വരത് ചിന്മുദ്രാധരം സുന്ദരം കാഷായാംബരധാരിണം കിളതലേ രുദ്രാക്ഷമാലാനന്ദം ബ്രഹ്മാനന്ദസുഖം പ്രശോഭിതമുഖം വീരാസനേ സംസ്ഥിതം ശ്രീരാമാനന്ദയതീശ്വരം ഗുരുവരം ഗുരുതമസ്യാമി. ഓം ശരണാവതു ശരണു ശരണ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹയോ. ശാന്തി ശാന്തി. ഓം ശബ്ദബ്രഹ്മമയി ജരാജരമയി ജ്യോതിർമയി വാഗ്മയി നിത്യാനന്ദമയി നിരഞ്ജനമയി തത്വമയി ചിന്മയി തത്വാതീതമയി പരാത്പരമയി മായാമയി ശ്രീമയി സർവൈശ്വര്യമയി സദാശിവമയി മാം പാഹി നാംബികേ. ഡിസ്കഷൻ വേണം നിങ്ങൾ തങ്ങളുടെ. പറഞ്ഞെന്താണെന്നറിയാം, ഈ ലോകം നമ്മൾ കാണുന്ന മനസ്സുള്ളപ്പോഴല്ലേ. മനസ്സില്ലെങ്കിൽ ഈ ലോകമില്ല. അങ്ങനെയാണെങ്കിൽ മനസ്സ് തന്നെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ ലോകം എങ്ങനെ ഉള്ളതെന്ന് പറയാൻ പറ്റും? അതാണ് എൻ്റെ മറുപടി. അതാണ് ഈ മനസ്സ് തന്നെ ഇല്ലാത്തതാണിത്. ഇതിങ്ങനെ വരുന്നു, എന്തൊക്കെയോ ഉണ്ടാക്കി ഇങ്ങനെ പ്രദർശിപ്പിച്ചു, പിന്നെ ഇല്ലാതായി, അകത്തിരുന്നു, പിന്നെ ഇത്. പക്ഷെ ഉള്ളത് എപ്പോഴും ഏതാണ്? ഈ ബോധം, ആത്മബോധം, ആത്മാ, ഇത് മാത്രം നിത്യമായിട്ടുണ്ട്. ഇതിന് മാത്രം ഒരു ചുതിയും ഒരു കാലത്തും വരുന്നില്ല. ഇതിനെ തിരിച്ചറിയുന്നതിനെയാണ് പ്രത്യഭിജ്ഞ എന്ന് പറയും. ഇതിൻ്റെ പേരാണ് പ്രത്യഭിജ്ഞ. ഇത് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ഇരിക്കട്ടെ, നമ്മൾ വായിക്കും. ചിതിയുടെ വിഷയത്തിൽ ഇതിങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ലോകത്തെ കാണുന്ന വിധം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് ഈ ലോകത്തെ നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ ചിതിയെ അറിയുന്നത്, എന്നാൽ വേറെ ഒരു പറഞ്ഞാൽ ഈ ആത്മാവിനെ അറിയേണ്ടത് ഈ വിധത്തിലല്ല. കാരണം എന്തെങ്കിലും ഒരു ഉപകരണവും ഉപാധികളെ കൊണ്ട്, കർണങ്ങളെ കൊണ്ട് അറിയുന്ന വിധത്തിലല്ല ഈ ആത്മസ്വരൂപം ഇതിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നു, ചിതിയുടെ വിഷയത്തിൽ ഇതിങ്ങനെയല്ല. ഏതൊരു ദേശത്തിൽ ഏതൊരു കാലത്തിൽ ചിത്തില്ലെന്ന് വന്നാൽ ഏതൊന്ന് വിളങ്ങാൻ സാധിക്കും? ദർപ്പണമില്ലെങ്കിൽ പ്രതിബിംബം അല്പവും വിളങ്ങുകയില്ല. അതേ കാരണം കൊണ്ട് തന്നെ കണ്ണാടിയിൽ നിന്ന് അതിരിക്തമായി പ്രതിബിംബം ഭവിക്കുകയില്ല എന്നതുപോലെ ചിതിയൊന്നല്ലാതെ മറ്റൊന്നും വാസ്തവത്തിലില്ല. ഇതെല്ലാം ഉണ്ടെന്ന് പറയുമ്പം അർത്ഥമാക്കേണ്ടത് ഞാനുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരാവിഷ്കാരമാണ് ഇതെല്ലാം ഉണ്ടെന്നുള്ള ഈ തോന്നൽ. കാരണം ഞാനില്ലെങ്കിൽ ഇത് വല്ലതുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം ഈ അഹങ്കാരി തന്നെയാണ്. അതിനെ അതിസൂക്ഷ്മമായി ചിന്തിച്ചാൽ അത് തന്നെയാണ് ആത്മ. അതിൻ്റെ മൂലമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് അധിഷ്ഠാനമായിട്ട് ഈ ആത്മ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. സർവ്വസമയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചത്തിനെയും പ്രകാശിപ്പിച്ച്, ഇരുട്ടിനെയും പ്രകാശിപ്പിച്ച്, ഭാവത്തിനെയും പ്രകാശിപ്പിച്ച്, അഭാവത്തിനെയും പ്രകാശിപ്പിച്ച് ഏതൊന്നും നിൽക്കുന്നു. അതാണ് ആത്മ. നമ്മൾ കണ്ണ് തുറന്നാൽ നമ്മൾ ഈ ലോകം കാണും, കണ്ണടച്ചാലും ഈ ലോകം കാണാം. കാരണം സൂക്ഷ്മത്തിൽ മനസ്സതിനെ ഗ്രഹിച്ചിട്ട് അത്. പക്ഷെ കാണുന്നതാരാണ്? മനസ്സോ ഇതൊന്നുമല്ല, താൻ തന്നെയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ചിതിയെ ഒരു കണ്ണാടിയായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ വീണിരിക്കുന്ന പ്രതിബിംബങ്ങളെല്ലാം അത് പലതരത്തിലുള്ളതാണ്. പക്ഷേ ആ കണ്ണാടി അവിടെ ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വിളങ്ങും. അപ്പോൾ ഇതിൽ വിളങ്ങാൻ കാരണം അധിഷ്ഠാനമായിരിക്കുന്ന താൻ തന്നെയാണ്, ഈ കണ്ണാടി തന്നെയാണ് എന്നാണ് പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കുന്നത്. ഇങ്ങനെ ധരിപ്പിച്ചിട്ട് നമ്മുടെ ചിന്തയെ ഏകാഗ്രമാക്കി ഇതിലേക്ക് പ്രയാണം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. അങ്ങനെ പ്രേരിപ്പിച്ച് ഇതിൽ പ്രയാണം വരുന്നതിനെയാണ് പറയുന്നത് വിചാരം. ഈ വിചാരം ഇതിൽ പുഷ്ടിപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ച് ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അലൗകികമായ അനുഭവമാണ്. സ്വാമി പറയുന്നത് അമൃതത്വം ഇതിലുണ്ടാവും. പരമാനന്ദത്തിൽ ഈ ജീവൻ മുങ്ങിക്കുളിക്കുമെന്നാണ്. ഇതിനെയാണ് മുക്തി സുഖമെന്ന് പറയും മഹത്വം. ഇത് പല രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആനന്ദാമൃത മുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പരമാനന്ദ സ്വരൂപികളാണ്. പക്ഷെ നമുക്കത് തോന്നുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ മായയിൽ ഭ്രമിച്ചിരിക്കുന്നു.
ഈ മായ വാസ്തവത്തിൽ മനസ്സിൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ്. മനസ്സുള്ളപ്പോഴേ ഇതുള്ളൂ, മനസ്സില്ലാത്തപ്പോൾ ഇതില്ല. അതിൻ്റെ അർത്ഥം മനസ്സ് തന്നെയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം. അപ്പോൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ മനസ്സ് വാസ്തവത്തിലുള്ളതാണോ? ഇല്ല, അതില്ലാത്തതാണ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ ബോധപൂർവമായ ചിന്തനയിൽ കൂടെ നമ്മൾ വിവേകത്തോടുകൂടി കുറച്ചു നേരം നിൽക്കുന്നതിനെയാണ് നമ്മുടെ അഭ്യാസം എന്ന് പറയുന്നത്. കുറച്ചു നേരം അങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് അതും ഇതും ഗുരുദേവൻ അത് എഴുതിയിരിക്കുകയാണ്. അതും ഇതുമല്ല സദർത്ഥമല്ല അഹം, സച്ചിദമൃതമെന്ന് തെളിഞ്ഞു ധീരനായി. സത് അസത് സദസത്ത പ്രതിപത്തി അറ്റ്. ഇത് അങ്ങോട്ട് അതെന്നോ ഇതെന്നോ പറയുന്ന കാര്യങ്ങളിലുള്ള പ്രതിപത്തി ഇല്ലാതായി. പ്രതിപത്തി എന്ന് വെച്ചാൽ അതിനോടുള്ള താല്പര്യമില്ലാതായി, ഇതിനാണ് ആഗ്രഹം ഇല്ലാതായിട്ട്. സത്വവും, കാരണം അത് ആ പ്രണവം, ആ ഓം ഇത് മൃദുവായ അമൃതായ അമർജിതേണം. ഇത് അവസാനത്തെ അഡോപതി ശതകത്തിലെ അവസാനത്തെ പദ്യമാണ്. ഈ പദ്യം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത് ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇരിക്കേണ്ടത്. വേറെ ഒരു പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് അതെന്നോ ഇതെന്നോ പറയുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കേവല ഞാനായിട്ട് ഇതിനോടുള്ള താല്പര്യം അറ്റ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പാണ് തൻ്റെ യഥാർത്ഥ രൂപം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. മനസ്സ് വന്ന് നമുക്ക് നമ്മുടെ ആ പൂർവ്വജന്മാർജിതമായ വാസന എന്ന് പറയുന്നത് ഈ മനസ്സിനെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇതിൽ കൊണ്ടുവരും. ഒരു ശബ്ദം കേട്ടോ, അയ്യോ കൊച്ച് കരിഞ്ഞതാണോ, അല്ലെങ്കിൽ ഒരു മണം കേട്ടോ, അയ്യോ അടുക്കളയിൽ അത് കരിഞ്ഞതായിരിക്കുമോ. ഇങ്ങനെ ഏത് തരത്തിലും ഈ കരണങ്ങൾ നമ്മളെ ബഹിർമുഖമാക്കി നിർത്തും. നമ്മൾ നിൽക്കേണ്ടത് അന്തർമുഖമായിട്ടാണ്. തൻ്റെ ആത്മാവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം നിരസിച്ച് തൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ അന്തർമുഖ ദൃഷ്ടിയോടുകൂടി നിൽക്കുക എന്നുള്ളത്. പക്ഷെ അതിനെ തടഞ്ഞിരിക്കുന്ന ഫാക്ടർ മനസ്സിലായില്ലേ? ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധമായിരിക്കുന്ന ഈ പ്രപഞ്ചമാണ്. അപ്പം ഇതിനെ ഒന്ന് ഉപശമിക്കാൻ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി മാത്രം അവർ പറഞ്ഞു ഇതെല്ലാം കേവലം മായയാണ്, ഇല്ലാത്തതാണ്. ഇതിൽ സുഖമില്ല, ഇത് അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഇത് ദുഃഖപൂർണമാണ്. അതുപോലെ തന്നെ ഇത് അനിർദ്ധമാണ്, ഇല്ലാത്തതാണ്, അനിർദ്ധ ജഡമാണ്, ചൈതന്യമില്ലാത്തതാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞ് ഇതിനെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇതിനോടുള്ള പ്രതിപത്തി മാറാൻ വേണ്ടത്, ഈ ലോക വിഷയങ്ങളോടുള്ള പ്രതിപത്തി മാറാൻ വേണ്ടി. പിന്നെ നമ്മൾ എന്താണ് ഈ ലോകത്ത് വന്ന് ഇതിലൊക്കെ ചിലർ അങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണ്, ചിലർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ. അതാണ് നമ്മുടെ വാസന. നമ്മൾ പൂർവ്വജന്മത്തിൽ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ ജീവിക്കും. ഇത് തന്നെയാണ് പ്രാരബ്ധം. ഈ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. ഇതാണ് ജന്മകടം എന്ന് പറയുന്നത്. പൂർവ്വജന്മത്തിൽ നമ്മൾ എത്രയോ പേർക്ക് കടപ്പെട്ടിരിക്കുന്നു. ആ കടമെല്ലാം നമ്മൾ വന്ന് വീടുകയാണ്. എപ്പോഴാണ് ജീവൻ അതിൻ്റെ ഋണബാധ്യതകളിൽ നിന്ന് ഒഴിയുന്നത്, അന്നാണ് അവന് മുക്തി, മോചനം. അപ്പം നമ്മൾ ചെയ്യാനുള്ളതെല്ലാം എല്ലാം ചെയ്തു മുടിഞ്ഞവൻ എന്നാണ് ഇവരെ പേര്. എല്ലാം ചെയ്ത് തീർന്നുപോയി. ഇനി ഒന്നും തന്നെ ചെയ്യത്തക്കതായിട്ടില്ല എന്നുള്ള ഒരു വിചാരം ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഇതുവരെയും രചിക്കാറുണ്ട്. ഇനി എന്ത് ചെയ്യാതിരിക്കും? എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എന്നെ സംബന്ധിച്ച് ഇനി ചെയ്യത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള നിലയിൽ മനസ്സ് വരണം ഇതിൽ. എപ്പോഴും മനസ്സടങ്ങിയാൽ ഈ പറയുന്ന സങ്കല്പങ്ങൾ ഇല്ലാതായി. അങ്ങനെ ഇല്ലാതായി താൻ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നില ഇതിലുണ്ട്. ആ നിലയിൽ എത്ര സമയം നിൽക്കാമോ അത്രയും സമയം നിന്ന് നോക്കാനാണ് അവർ പറഞ്ഞത്. ഇതിനെയാണ് അഭ്യാസമായിട്ട് പറഞ്ഞത്. ഇങ്ങനെ ചിരകാലം അഭ്യസിച്ച് വന്നാൽ അവർ പറഞ്ഞു അപരോക്ഷ ജ്ഞാനം വരില്ല. ഈ മനസ്സാണ് ഇതിനെ മറച്ചിരിക്കുന്നത്, ഈ മായയാണ് ഇതിനെ ബന്ധിച്ചിരിക്കുന്നത്, ഇത് ബാധിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനെ തടഞ്ഞിരിക്കും. ഇപ്പം താൻ ആത്മാവാണെന്നുള്ള ആ ഒരു അനുഭവത്തെ തടഞ്ഞുകൊണ്ടാണ് ഈ മനസ്സ് ഇതിന് മുമ്പിലിരുന്ന് അതിൻ്റെ ധർമ്മത്തെ അത് ചെയ്യുന്നത്. അതിൻ്റെ ധർമ്മമാണ് സങ്കല്പം.
മനസ്സ് അതിൻ്റെ ധർമ്മമായിട്ട് പറയുന്നത് സങ്കല്പങ്ങൾ ചെയ്യുക, പല പല സങ്കല്പങ്ങൾ ചെയ്യണം. പറഞ്ഞു ഈ സങ്കല്പമാണ് ഈ ലോകം നമുക്ക് പറഞ്ഞു തന്നില്ല ഈ ശാസ്ത്രം. കേവലം സങ്കല്പമാണ്. സങ്കല്പത്തെ മാത്രം എടുത്തു കളഞ്ഞാൽ ഈ ലോകമില്ല. ഈ ലോകം നമുക്ക് ഭ്രമിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ലോകത്തെപ്പറ്റി പറയുമ്പോൾ ഗുരുവേദാന്ത ശാസ്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യവഹാരമറ്റ മനസ്സിനെ ഇയാൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ അത് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ഒരാളിൻ്റെ മനസ്സ് എപ്പോഴും ഈ പറയുന്ന വിക്ഷേപ രൂപമായിട്ടേ നിൽക്കുകയുള്ളൂ, ചലിച്ചുകൊണ്ടേ നിൽക്കുകയുള്ളൂ. ഈ ചലിക്കുന്ന മനസ്സിനെ ഒന്ന് നിശ്ചലമാക്കുക എന്നുള്ളതാണ് വേദത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് വെറും ഒരു സങ്കല്പം മാത്രമായിട്ടാണ് ഈ ലോകം ഇരിക്കുന്നത്. ഈ ലോകം വാസ്തവത്തിൽ നിന്നെ ഭ്രമിപ്പിച്ചിരിക്കുമ്പോഴും ഇതില്ലാത്തതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ കയറിൽ പാമ്പ് ഇല്ലാത്തതാണ്, പക്ഷേ ആ തോന്നിയ കാലം അത് നമ്മളെ ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ കയർ മാത്രമേ ഉള്ളൂ. അതുപോലെ താൻ മാത്രമേ ഉള്ളൂ, ആ കണ്ണാടി മാത്രമേ ഉള്ളൂ. ആ കണ്ണാടിയിലാണ് പ്രതിഫലനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ പ്രതിഫലനങ്ങൾ വാസ്തവത്തിൽ ചിന്തിച്ചാൽ അത് കണ്ണാടി മാത്രമാണെന്ന് തന്നെ അനുഭവം വരും. അതിന് ഒരു സ്വാമി ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കാണുന്ന ലോകം വാസ്തവമല്ലെന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറയാണ് അതിനെ തടവി നോക്കി ലോകമുണ്ട്. കേവലം കണ്ണിനൊരു തോന്നൽ മാത്രമല്ലേ ആ പ്രതിബിംബം. ആ പ്രതിബിംബത്തിൽ എന്തെങ്കിലും ഉണ്ട്. പ്രതിബിംബിച്ച് ചോറെടുത്ത് കഴിക്കാൻ പറ്റും. കണ്ണാടി പ്രതിഫലിച്ച് ദീപം എടുത്ത് വേറൊരു ദീപം കത്തിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു തോന്നലാണ്, ഇമേജാണ്. ഇതിന് യാതൊരു സത്യത്വവും ഇല്ല. ഈ സത്യത്വത്തെ അംഗീകരിക്കുന്നതിനെയാണ് നമ്മൾ ഭൗതിക വാഴ്വെന്ന്. ഈ തത്വത്തെ നിരാകരിക്കുന്നതാണ് അധ്യാത്മമായ സാധന. ഇപ്പോൾ തോന്നിയതാർക്ക് എന്ന് ചോദിച്ചാൽ വിഷയം എന്ത് പറയും? എനിക്കാണ് തോന്നിയത്. എനിക്കെന്ന് പറഞ്ഞാൽ കേവലം ആർക്കാണെന്ന് നമ്മൾ നോക്കണം. ആർക്കാണ് എനിക്ക്? ഞാൻ. ഈ ഞാനായിട്ട് വ്യവഹരിക്കുന്ന ആരാണിതിൽ എന്ന് നമ്മൾ നോക്കി വരുമ്പോൾ അവർ പറയുന്നു ഇതിൻ്റെ അഴിവിതിൽ വരും. വന്നിട്ട് ശുദ്ധ ബോധമായിട്ട് കുറേ നേരം നിൽക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ധ്യാനം. അങ്ങനെയുള്ള ചിരകാല ധ്യാനം കൊണ്ട് ഈ അജ്ഞാനം മുഴുവനും ഇതിൽ നശിച്ചു പോകും. താൻ ആത്മാവെന്നുള്ള ആ അനുഭവം ഇതിൽ ദൃഢീകരിച്ച് വന്ന് പിന്നെ അവർക്ക് ഒന്നിനാലും തടയപ്പെടാനൊക്കാത്ത വിധത്തിൽ അവർ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞിരിക്കും. ഇതിനെയാണ് ജീവൻ മുക്തന്മാരായിരിക്കുന്ന മഹത്തുക്കളെന്ന് പറയുന്നത്. അവർ നമ്മളെപ്പോലെ തന്നെ ധാരാളം പ്രയത്നം ചെയ്താണ് ഇതിൽ വന്നിരിക്കുന്നത്. അവർക്ക് ഒരു സിദ്ധിയും പ്രത്യേകിച്ചില്ല. അവർ ഈ കാര്യങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അവർ ഏകാന്തത്തിൽ ഇത് തപസ്സനുഷ്ഠിച്ചു. തപസ്സെന്ന് വെച്ചാൽ വേറൊന്നൊരു ആഗ്രഹം തന്നെയാണ്. തപസ്സെന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഈ ഏതാണ് ആഗ്രഹം? അതിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നതാണ്. എന്നാൽ തപസ്സെന്ന് നമ്മൾ പറയും. എന്താണ് ആഗ്രഹം? ഈ ആത്മസാക്ഷാത്കാരം. അതിന് എന്താണ് ചെയ്യേണ്ടത്? വേദം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലുള്ള ചിന്തകൾ എല്ലാം ചെയ്ത് അവരങ്ങനെ ഗംഭീരന്മാരായിട്ട് കഴിഞ്ഞു. അവർ മുക്തരായി. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു അതേ കാരണം കൊണ്ട് തന്നെ കണ്ണാടിയിൽ നിന്ന് അതിരിക്തമായി പ്രതിബിംബങ്ങൾ ഭവിക്കില്ല എന്നതുപോലെ ചിതിയിൽ നിന്ന് അല്ലാതെ ചിതിയല്ലാതെ മറ്റൊന്നും വാസ്തവത്തിലില്ല. അതിനാൽ ചിതിയിൽ നിന്ന് അന്യമായി മനസ്സെന്നുള്ളതും ഇല്ലാത്തതത്രേ. ജ്ഞാതാവും കരണവും ജ്ഞേയവും സ്വപ്നത്തിൽ ഏകരൂപമായി ഇരിക്കയാൽ മനസ്സിൻ്റെ തന്നെ രൂപമാകെ കൊണ്ടുള്ളതാണ് ഏകരൂപത. വേറിട്ട് മനസ്സില്ല. ജാഗ്രതയിലും ഇതുപോലെ മനസ്സില്ല. അല്ലയോ രാമ, കാര്യസിദ്ധിക്കായി കേവലം കൽപ്പിതമാണ് കരണമായ മനസ്സ്. സ്വപ്നത്തിൽ വൃക്ഷം വെട്ടി വീഴ്ത്താൻ സ്വപ്നക്കോടാലി തന്നെ കരണമാകുന്നു. അസത്യമായ കരണം തന്നെ വേണം അസത്യരൂപമായ ക്രിയ ചെയ്യുവാൻ. ദൃശ്യരൂപമായ കാര്യവും കാരണമായ മനസ്സും അസത്യമാണെന്ന് മുൻപ് തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. അങ്ങനെ കാര്യകാരണങ്ങൾ അസത്യമായതുകൊണ്ട് ക്രിയയും അസത്യമായിട്ടുള്ളത് തന്നെ എന്ന് അറിയാത്തവരാരാണ്? ചേത്യമാകിയ കാര്യത്തിന് കാരണമാകുന്ന മനസ്സാകയാലില്ല. സ്വപ്നാവസ്ഥയിൽ ക്രിയാകാര്യ കാരണമാകുന്ന ദ്രഷ്ടാവ് തന്നെ മനസ്സെന്ന് പറയപ്പെടുന്നു. നമുക്കൊരു ചെറിയൊരു ഹിൻഡ് തരെയാണ്. എന്താണ് ഈ മനസ്സെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നു
ചേത്യമാകിയ കാര്യത്തിന് സ്വപ്നാവസ്ഥയിൽ ക്രിയാകാര്യ കരണമാകുന്ന ദ്രഷ്ടാവിനെ തന്നെ മനസ്സെന്ന് പറയപ്പെടുന്നു. നമുക്കറിയാം ഈ മനസ്സ് തന്നെ മൂന്നായിട്ട് നിന്നുകൊണ്ട് കാണുന്നവനായിട്ടും കാഴ്ചയായിട്ടും അറിവായിട്ടും നിൽക്കുന്നു. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഈ ത്രിപുടി സംസ്കാരമാണ്. ഇത് വാസ്തവമല്ല, ഇതൊരു സംസ്കാരമാണ്. ഈ സംസ്കാരത്തെ ഗുരുക്കന്മാർ നമ്മൾക്ക് അപ്പോൾ ഈ മനസ്സ് തന്നെയാണ് മൂന്നായിട്ട് നിന്നുകൊണ്ട് ഈ കാണുന്നവനായിട്ടും കാഴ്ചയായിട്ടും അറിവായിട്ടും നിൽക്കുന്നത്. ഈ ത്രിപുടിക്ക് സാക്ഷിയായിട്ടാണ് ആത്മാവിതിൽ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരാൾ ഇതിലുണ്ടല്ലോ, ഈ കാണപ്പെടുന്ന കാഴ്ച, ഇതിന് യോജിപ്പിക്കുന്ന അറിവ്, ഇത് മൂന്നുമായിട്ട് നിന്നാണ് ഈ വ്യവഹാരം നടത്തുന്നത്. പക്ഷേ ഇത് മൂന്നിനും ഈ ആത്മാവ് പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എങ്ങനെയാണോ സൂര്യൻ അവിടെ നിന്നുകൊണ്ട് ഉദിക്കുന്ന സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകും, ഓഫീസിൽ പോകുന്നവരെല്ലാം അവരുടെ ഫയലുകൾ എടുത്ത് ഓഫീസിൽ പോകും, കിളയ്ക്കുന്നവരെല്ലാം അവരെ മൺവട്ടിയൊക്കെ കഴുത്തിൽ തോളിൽ വെച്ചുകൊണ്ട് കിളയ്ക്കാൻ പോകും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പല പല ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും സൂര്യൻ കാരണമാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, സൂര്യൻ ഇതിന് കാരണമേ അല്ല. സൂര്യൻ ആരോടും പറഞ്ഞില്ല നീ പോയി കിളയ്ക്കാൻ, നിങ്ങൾ പോയി പഠിപ്പിക്കാൻ, നിങ്ങൾ പോയി പഠിക്കാൻ, നിങ്ങൾ ഓഫീസിൽ പോകാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അത് നമുക്കൊരു സഹായമാണ്. ഇതുപോലെയാണ് ആത്മാ. അതിൻ്റെ സന്നിധി മാത്രം കൊണ്ട് തന്നെ ഈ കരണങ്ങളെല്ലാം അതിൻ്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെ ആത്മാവ് ചെയ്തതായിട്ട് വിചാരിക്കും. ഈ കരണങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. ഇതിനെയാണ് അവർ പിരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ നീ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ആത്മാവായ നീ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കേവല സാക്ഷിയായിട്ട് ഇതിനെ അറിയുന്നവനായിട്ടാണ് നീ ഇതിലിരിക്കുന്നത്. ഇതിനെ നീ ഉണരണം. ഇതാണ് സത്യം. ഇതിനെ ഉണരുന്നതിലേക്കാണ് ഈ വേദം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ആത്മാവ് ഒന്നിനും കർത്താവല്ല. ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഞാൻ ഒന്നിനും പ്രേരകനല്ല, ഞാൻ കേവല ബോധസ്വരൂപം മാത്രമാണ്. ഇനിയുണ്ട് അതിൽ ഞാൻ ജനിച്ചിട്ടുള്ളവനല്ല, ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് മരണമില്ല, ഞാൻ പൂർണ്ണനാണ്, എനിക്ക് എന്തിൻ്റെങ്കിലും ആവശ്യം ഒട്ടും തന്നെ ഇല്ലാത്ത പൂർണ്ണനാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. പിന്നെ ഈ അപൂർണതയൊക്കെ ഈ ദേഹാദികൾക്കാണ്. ഈ ദേഹത്തിന് ഈ പ്രാണനാണ് വിശപ്പും ദാഹവും. അപ്പോൾ ഓരോ ഉപാധികൾക്കും അതിൻ്റെ ധർമ്മങ്ങളാണ് മറ്റത്. ഈ ധർമ്മിയും കൂടെ കൂട്ടിക്കൊഴിഞ്ഞിട്ട് കിടക്കുന്ന ഒരു നിലയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയെ നീക്കുന്നതിലേക്ക് വേദം നമ്മളെ മനസ്സിലാക്കി തരും. വേദം പലതും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കും. പറയാണ് സ്വപ്നാവസ്ഥയിൽ ക്രിയാകാര്യകാരണമാകുന്ന ദ്രഷ്ടാവ് തന്നെയാണ് മനസ്സെന്ന് പറയപ്പെടുന്നത്. അപ്രകാരം തന്നെയാണ് എപ്പോഴും അപ്രതിഹതമായിട്ടുള്ള തൻ്റെ സ്വാതന്ത്ര്യത്താൽ ശില്പമാൻ തന്നെ മനസ്സ് മുതലായതെല്ലാം പരികൽപ്പിച്ച് ദൃശ്യദ്രഷ്ടാദി ഭേദത്തെ അംഗീകരിച്ചിട്ട് വ്യവഹാരം അങ്ങനെ ചെയ്തു കൊള്ളുന്നു. കേവലമായ ചിതാത്മാവ് തന്നെ കൂടെ നിർവികൽപ്പാത്മകമായും സംസ്ഥിതി ചെയ്യുന്നു. ചിത്തത്വം സ്വയം പരിപൂർണമാണ്, ചൈതന്യമാണ്, ആകാശം പോലെ ജഡമല്ല. ആകാശവും ആത്മാവും മിക്കവാറും മറ്റെല്ലാ സംഗതി കൊണ്ടും സമമാണ്. കാരണം വ്യാപകം, സൂക്ഷ്മം, ഏകരസം, ഉൽപ്പത്തിനാശരഹിതം, നിരാകാരം, എപ്പോഴും സർവ ആധാരമെങ്കിലും അസംഗൻ, സർവാനുസ്യൂതം. ഇപ്രകാരം ആത്മാവും ആകാശവും തുല്യമാണ്. നമുക്ക് ഈ ആകാശത്തെ പറ്റി പറയുമ്പോൾ ഈ ആകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ആകാശത്തിലാണ് ഈ അണ്ടകടാഹങ്ങളെല്ലാം കിടക്കുന്നത്, ഭൂമി, പല ഗ്രഹങ്ങളും കിടക്കുന്നത്. പക്ഷേ ഈ ഭൂമിയും ആകാശമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ആകാശത്തിൽ ഇത് പറ്റിയിട്ടില്ല, തൊട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ ഭൂമി ഇതിൻ്റെ ചിത്രം
ക്യാമറയിൽ പകർത്തിയവർ നമുക്ക് കണ്ടിട്ടില്ലേ? ഇങ്ങനെ കിടക്കുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ആകാശമായിട്ട് ഇതിനുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. ഈ ആകാശത്തിൽ ഇത് സ്പർശിക്കുന്നില്ല, പറ്റിയിട്ടില്ല. ഇത് ആത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ ഈ ആകാശത്തെ പലപ്പോഴും തൻ്റെ ആത്മാവിൻ്റെ രൂപമായിട്ട് വേണമെങ്കിൽ ഉദാഹരിക്കാം. എല്ലാത്തിനും ഇടം കൊടുത്തിരിക്കുന്നു. കാരണം ഇതെല്ലാം നിൽക്കുന്ന ഈ ആകാശത്തിലാണ്. ഈ ആകാശത്തിൽ ഒന്നും തന്നെ ഇതിൽ ചേരുന്നില്ല. ഈ ആകാശമായിട്ട് ഒന്നും പറ്റുന്നില്ല. ഇതും ആത്മാവിലും ഇങ്ങനെ തന്നെ, ആത്മാവിലൊന്നും തന്നെ സ്പർശിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ സ്വരൂപവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആകാശത്തെ ഉമ്മിക്കാൻ കൊള്ളാവുന്നതാണ്. അവർ പറയുന്നു, പക്ഷേ ആകാശം ജഡമാണ്, ആകാശത്തിന് ചൈതന്യമില്ല. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. ഈ ചൈതന്യം ജഡമല്ല, ചൈതന്യമാണ്. ഈ ആത്മാവ് ചൈതന്യമാണ്. അതേസമയം നിസ്സംഗത ഇതിനുണ്ട്, ആകാശം പോലെ. അതുപോലെ തന്നെ ഇതിനെല്ലാം ഇരിക്കാനുള്ള ഇടം കൊടുക്കുന്ന ഒരിതും ഇതിനുണ്ട്. അതുകൊണ്ട് ഈ ആകാശത്തെ ആത്മാവിനോട് ഉപമിക്കാമെങ്കിലും ആകാശത്തിന് ചൈതന്യമില്ല. ആ ഒരു കാര്യവും ഒഴിച്ചാൽ ബാക്കിയെല്ലാം ആകാശം പോലെ തന്നെ തൻ്റെ ബോധം, ആ ബോധസ്വരൂപം നിൽക്കുന്നത് ആകാശം പോലെ തന്നെ. ചിലർ പറയും ആകാശത്തിനെ ഉപാസിക്കാമെന്ന് പറയും. ആകാശത്തിനെ ഉപാസിക്കാം, കാരണം അത് സ്പർശിക്കുന്നില്ല, ഒന്നുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അച്ഛൻ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു പണ്ട്. ഇതൊരു അനുഭൂതിയാണ് വാസ്തവത്തിൽ. കാരണം ഇത് ആകാശമാണ്. ഇതൊക്കെ പറഞ്ഞേ സ്വാമി ഇതിൽ ഒരുപാട് റിസർച്ച് ചെയ്ത ആളാണ് നമ്മുടെ ചിന്മയാനന്ദ സ്വാമി. റിസർച്ച് ചെയ്ത് എങ്ങനെയാണ് ഇത് നിൽക്കണമെന്നൊക്കെ നല്ലപോലെ മഹത്വങ്ങൾ പലരും ഉണ്ടെങ്കിലും ചിന്മയാനന്ദ സ്വാമികൾക്ക് ഇത് പ്രാക്ടിക്കലൈസ് ചെയ്യുന്നതിൽ ഭയങ്കര വിരുദ്ധമാണ്. നമുക്കെന്നെ അറിഞ്ഞൂടെ? എൻജിനീയറിങ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര പേരുണ്ട് അവർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. പക്ഷേ എൻജിനീയറിങ് പഠിച്ചിട്ട് അതിൽ റിസർച്ച് ചെയ്യുന്ന ആൾ, ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് സ്വാമിക്ക് എല്ലാം നമ്മൾ പറയും തിയറി പ്രാക്ടിക്കൽ അല്ല, രണ്ട്. പലർക്കും തിയറി അറിയാം, പ്രാക്ടിക്കൽ ഒന്നും അറിയില്ല. പക്ഷേ ഇത് രണ്ടും ഒരുപോലെ അറിയാവുന്ന ഒരാളാണ്. പറയുന്നതെല്ലാം അനുഭവത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് സ്വാമിയുടെ ഒരു വലിയ പ്രത്യേകത. ഇവിടെ പറഞ്ഞ എന്തിനാണ്? ചിത്തത്വം സ്വയം പരിപൂർണമാണ്, ചൈതന്യമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആകാശം പോലെ. പക്ഷേ ആകാശം ജഡമാണ്. ആകാശവും ആത്മാവും മിക്കവാറും മറ്റെല്ലാ സംഗതി കൊണ്ടും സമമാണ്. ഉദാഹരണത്തിന് വ്യാപകം, സൂക്ഷ്മം, ഏകരസം, ഉൽപ്പത്തിനാശരഹിതം, നിരാകാരം, എപ്പോഴും സർവദാ ആധാരമെങ്കിലും അസംഗൻ, അനുസ്യൂതം. ഇപ്രകാരം ആത്മാവും ആകാശവും തുല്യമാണ്. ഇങ്ങനെ ഭേദരഹിതമാണെങ്കിലും ആത്മാവ് ചൈതന്യമാണ്. എന്നാൽ ചൈതന്യം ആകാശത്തിലില്ല. വസ്തുത നിരൂപിച്ച് നോക്കുമ്പോൾ ചൈതന്യപൂർണനായുള്ള ആത്മാവാണ് ആകാശമെന്ന് പറയാം. ഈ ആകാശത്തിന് ചൈതന്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആത്മാവെന്ന് പറയാം. ചൈതന്യം എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചറിയുന്നില്ല. ഈ ആകാശം ജഡമാണ്, തിരിച്ചറിയുന്നില്ല. ഇത് വ്യാപകമാണ്, അനുസ്യൂതമാണ്, എല്ലാത്തിനും ഇടം കൊടുത്തിട്ടുണ്ട്, ഒന്നിലും ചേരുന്നില്ല. ഇതെല്ലാം തൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ സ്വഭാവം പോലെ തന്നെയാണെങ്കിലും ഇതിന് ചൈതന്യമില്ല. അതിന് സ്വയം തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്നാൽ അങ്ങനെയല്ല, ആത്മാവിന് ആ ചൈതന്യവും കൂടെ ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ആത്മാവിനും ആകാശത്തിന് അല്പം പോലും ഭേദമില്ലെന്ന് അറിഞ്ഞവർക്കറിയാം. ഏതാണ് ആകാശം അത് തന്നെയാണ് ആത്മാവ്. ആ നിർമ്മലതയും ആ ഒരു അഖണ്ഡതയും എല്ലാത്തിനെയും കണക്കിലെടുത്തുകൊണ്ട് പറയണ ഈ ആകാശം തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് പൂർവപക്ഷമാണ്. പൂർവപക്ഷം എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യത്തെ നമുക്ക് ധരിപ്പിക്കുന്നതിന് പൂർവാംഗമായിട്ട് ചില കാര്യങ്ങളെ പറയുന്നുണ്ട്. ആ പറയുന്നതാണിത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അറിവില്ലാത്തവൻ ആത്മരൂപത്തെ ഭ്രമം മൂലം ആകാശമാണെന്ന് ധരിക്കുന്നു. നേത്രദോഷം കൊണ്ട് കൂമൻ ആദ്യത്തെ ലോകത്തെ ഇരുട്ടായി കാണുന്നത് പോലെ എന്നറിയുക. പക്ഷേ
സ്വാമി പറഞ്ഞു അതിൽ ചൈതന്യവും കൂടെ ചേർന്ന് വരുന്ന ആകാശമില്ല, അത് വാസ്തവത്തിൽ ആത്മാവിൻ്റെ ഒരു പ്രകൃതം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ആകാശമാണ് ആത്മാവെന്നെടുത്ത് ഒരാൾ കരുതുകയാണെങ്കിൽ, അത് ഒരളവ് വരെ ശരിയാണെങ്കിലും അവർ പറയണം, അറിവില്ലാത്തവർ ആത്മരൂപത്തെ ഭ്രമം മൂലം ആകാശമാണെന്ന് ധരിക്കുന്നു. നേത്രദോഷം കൊണ്ട് കൂമൻ ആദിത്യനെ ഇരുട്ടായി കാണുന്ന പോലെ എന്നറിയുക. കാരണം മൂങ്ങയ്ക്ക് പകൽ ഇരുട്ടാണ്. മൂങ്ങയ്ക്ക് പകലൊന്നും കാണാൻ പറ്റില്ല. അത് നമുക്കറിയാം, സയൻസിൽ വേറെയാണ് പറയണം, എങ്കിലും പറയുന്നത് നമ്മൾ എടുത്താൽ മതി. അത് മൂങ്ങയ്ക്ക് ഇരുട്ടാണ്. പക്ഷേ മൂങ്ങയ്ക്ക് ഇരുട്ട് പ്രകാശമാണ്, രാത്രിയാണ് അതിന് പ്രകാശം. എന്താണ് ഈ വിപരീതങ്ങളെല്ലാം ഇത് ചോദിക്കണം. അപ്പം ഇത് അങ്ങനെയാണ് ഇവരെടുത്തിരിക്കുന്നത്. ഈ അറിവില്ലാത്ത മൂഢന്മാരായിരിക്കുന്നവർ ആകാശത്തെ ആത്മാവായിട്ട് എടുത്തിരിക്കുന്നത്. ആകാശത്തെ ആത്മാവായിട്ട് ഉപാസിക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ഒരു പ്രകൃതത്തെ നമ്മൾ നല്ലതുപോലെ വിചാരിച്ച് അറിയുകയാണെങ്കിൽ ആ നിസ്സംഗത, അഖണ്ഡത, അതുപോലെ തന്നെ അനുസ്യൂതമായിട്ടിരിക്കുന്ന ആകാശത്തെപ്പറ്റി പറയുന്ന എല്ലാത്തിലും നിറഞ്ഞ് ഇടം കൊടുത്ത് അതിൽ അകത്തും പുറത്തുമായിട്ട് ഇരിക്കുകയാണ് ആകാശം. എല്ലാ വേദശാസ്ത്രങ്ങളും ഈ ആകാശത്തെ പല സന്ദർഭങ്ങളിലും ആത്മാവിൻ്റെ ഉദാഹരിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഇത് പല അംശങ്ങളും കറക്റ്റാണെങ്കിലും പറഞ്ഞല്ലോ ചൈതന്യമില്ല എന്നുള്ള ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചൈതന്യവും കൂടെ വന്നാൽ ആ ആകാശം തന്നെയാണ് ആത്മാവ് എന്ന് നമുക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂമന് ആദിത്യ ലോകത്തെ ഇരുട്ടായി കാണുന്ന പോലെ എന്നറിയാം. വിദ്വാൻമാർ സംശയരഹിതമായി ആകാശം തന്നെ ആത്മാവെന്ന് വഴിപോലെ കണ്ടുകൊള്ളുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ അതിൽ ആ ചൈതന്യവും കൂടെ അതിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ആകാശ രൂപമായിട്ട് തന്നെയാണ് ഈ ആത്മാവ് ഇതിലിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട്. നമുക്കറിയാമല്ലോ, ഇതെല്ലാം അറിയപ്പെടുന്നു, ഇതെല്ലാം ഈ അറിവിലിരിക്കുകയാണ്. പറഞ്ഞില്ല, ഈ ആകാശം ഇതിലെല്ലാം പ്രതിഷ്ഠിച്ച് ഈ ആകാശത്തിൽ ഇരിക്കുന്ന പോലെ ഇതെല്ലാം ഈ ആകാശമടക്കം എല്ലാം തന്നിലിരിക്കുക അല്ലേ? തന്നിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ താൻ എത്ര ബൃഹത്താണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. തന്നിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നിനും ചേരാതെ കേവലമായിട്ട് ഇത് ഇരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആകാശത്തിൽ ഇതെല്ലാം വിന്യസിച്ചിരിക്കുന്നത് പോലെ തൊടാതെ ഇതുമായിട്ട് സംബന്ധമറ്റിരിക്കുകയാണ്. ഈ സംബന്ധമറ്റ് ഇരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബന്ധിച്ചിരിക്കുന്നു, ഈ ദേഹം നമ്മൾ ബന്ധിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ബന്ധിച്ചിട്ടില്ല, അതൊരു തോന്നൽ മാത്രമാണ് അല്ലേ? ഇത് തലകുലിക്കൽ വാസ്തവത്തിൽ അതൊരു തോന്നലാണ്. കാരണം തോന്നലല്ലായിരുന്നെങ്കിൽ ജാഗ്രതത്തിലുള്ളതുപോലെ തന്നെ സ്വപ്നത്തിലും ഇത് പ്രതീതമാകണമായിരുന്നു, സുഷുപ്തിയിലും ഇത് പ്രതീതമാകണമായിരുന്നു. ഈ സുഷുപ്തിയിൽ ഈ ദേഹത്തെ ലോകത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ കേവലം ഒരു തോന്നലായതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ തോന്നുന്നു. നമുക്ക് തന്നെ ചില സമയത്തിൽ മനോരാജ്യം ചെയ്യുമ്പോൾ പലതും തോന്നുന്നു. വാസ്തവമാണോ അത്? ആ മനോരഞ്ജം അവസാനിക്കുമ്പോൾ അതില്ലാതായി പോകും. ഇതുപോലെ കേവലം ഒരു തോന്നലാണ്. പറയണം, വിദ്വാൻമാർ സംശയരഹിതമായി ആകാശം തന്നെ ആത്മാവായി വഴിപോലെ വിചാരിച്ചു കൊള്ളുന്നു. സ്വപ്നത്തിൽ സ്വാത്മാവ് വെവ്വേറെ വിവിധമായി മർത്യാദി ഭേദം അനുസരിച്ച് ഭാസിക്കുന്നത് പോലെ സ്വപ്നത്തിൽ സ്വാത്മാവ് വെവ്വേറെ വിവിധമായി മർത്യാദി ഭേദം അനുസരിച്ച് ഭാസിക്കുന്നത് പോലെ ആത്മാവിനെ പരയായുള്ള ചിതി പരമേശ്വരി സ്വച്ഛ സ്വാതന്ത്ര്യ മാഹാത്മ്യത്താൽ പരിച്ഛിന്നമായിട്ട് ബഹുതാ ഭാസിക്കുന്നു. പരമാർത്ഥം ഇങ്ങനെയാണ്. ചിതി പരിച്ഛിന്ന ദൃഷ്ടിയാൽ മാത്രം ഏകത അങ്ങനെ ഭാസിക്കുന്നതാണ്. സ്വയം സ്വദൃഷ്ട്യ സദാ സ്വരൂപിണി തന്നെയാകുന്നു. കാണികൾക്കെല്ലാം ഇന്ദ്രജാല വിദ്യക്കാരൻ തൻ്റെ രൂപത്തെ അനേകത കാണിക്കുന്നത് പോലെ കാണും. ഇന്ദ്രജാലക്കാരൻ ഏകനാണെങ്കിലും അനേകത കാണികൾ കാണും. ഇന്ദ്രജാലക്കാരൻ സ്വയം നിജദൃഷ്ടിയിൽ താൻ ഏകനായി തന്നെ നിർവികാരനായിട്ട് വിളങ്ങുന്നു. ഇപ്രകാരമാണ് ചിതി ശുദ്ധൈകരൂപ ഭാഷയാണെങ്കിലും മായയാൽ മൂടപ്പെട്ട പരിച്ഛിന്നരായ ജീവന്മാരുടെ ദൃഷ്ടിയിൽ അനേകത ഭാവിച്ചിടുന്നു.
നമുക്കറിയാം ഈ ഇന്ദ്രജാലക്കാരൻ ഒരാളാണ്. പക്ഷേ ഇന്ദ്രജാലക്കാരൻ അദ്ദേഹത്തിൻ്റെ വിദ്യ കൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് പലതായിട്ട് പ്രദർശിപ്പിക്കുന്നത്, അല്ലേ? ഇന്ദ്രജാലക്കാരനല്ലേ പ്രദർശിപ്പിക്കുന്നത്, അദ്ദേഹം ഒരാളാണ്. പക്ഷേ അദ്ദേഹം പ്രദർശിപ്പിച്ച ഗന്ധർവ ലോകം പലതാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തെ തന്നെയാണ് അദ്ദേഹം പക്ഷെ പ്രദർശിപ്പിച്ചപ്പോൾ അത് വേറെ ഒന്നായിട്ട് അനേകമായിട്ട് തോന്നുന്നത്. ഇതുപോലെയാണ് ആ ചിതിയും ഈ ഇന്ദ്രജാലക്കാരനെ പോലെ തന്നെ. ഇപ്രകാരമാണ് ചിതി ശുദ്ധൈക രൂപഭാസകയാണെങ്കിലും മായയാൽ മൂടപ്പെട്ട പരിച്ഛിന്നരായ ജീവന്മാരുടെ ദൃഷ്ടിയിൽ ഇത് അനേകത ഭവിച്ചിടുന്നു. ഈ കാണികളായിരിക്കുന്നവർ, ഈ മായ ഭ്രമിച്ചിരിക്കുന്ന കാണികളായിരിക്കുന്ന നമ്മൾക്കെല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നതായിട്ട് തോന്നുന്നു, ഇല്ലേ? ഇന്ദ്രജാലക്കാരൻ ഒരാളാണ് അവിടെ നിൽക്കുന്നത്. അയാളെ തന്നെയാണ് അയാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അയാളെ വിദ്യാരൂപമായിട്ട് അയാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ വിദ്യയിൽ അനവധി ഗന്ധർവ നഗരങ്ങൾ, അവിടെ പലതരത്തിലുള്ള എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കാണുന്നു കാണികൾ. അതിന് ഭ്രമിച്ചിരിക്കുകയാണ്. നമ്മൾ കാണികരാണ്, നമ്മൾ കാണുന്നവരാണ്, ഈ ലോകത്തെ കണ്ട് ഭ്രമിച്ചിരിക്കുന്നവരാണ്. ഈ രീതിയിലാണ്. അപ്പോൾ ഇന്ദ്രജാലക്കാരൻ ഈശ്വരനാണ് ഈ ഇന്ദ്രജാല വിദ്യ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് എന്ത് വേണം? ഈ ഇന്ദ്രജാലത്തിലൂടെ ആ ഇന്ദ്രജാലക്കാരനെ അറിഞ്ഞാൽ മതി. ആരാണിത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ആ ഈശ്വരനാണ്, ഈ ആത്മാവ് തന്നെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ആത്മാവിനെ അറിഞ്ഞാൽ ഈ ഇന്ദ്രജാലം പോയി. ഇന്ദ്രജാലക്കാരൻ മെയ് സത്യം. ഇതിനെയാണ് നിങ്ങൾക്ക് പുതുമയാണ്. നമുക്ക് ഇതിൻ്റെ ഈ രീതിയിലാണ് ഇതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈശ്വരൻ എന്നുള്ള മഹേന്ദ്രജാലക്കാരനാണ് ഈ വിശ്വത്തെ ചമച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം നടത്തുന്ന നാടകമാണ് ഈ ലോകം. ഈ ലോകമാണ് ഇതിൻ്റെ അരങ്ങ്. നമ്മളെല്ലാം ഓരോരോ വേഷമിട്ട് ഇതിൽ ആടണവരാണ്. വേഷമിട്ട് ആടുന്ന ആൾ ആ വേഷത്തിൽ പ്രതിപാദിച്ച ആരെങ്കിലും ആണോ? ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം, അവരുമായിട്ട് എന്ത് ബന്ധം? ഒന്നുമില്ല. പക്ഷേ ആളുകളെ ചിരിപ്പിക്കുന്നു, അവർ കരയുന്നു, ആ കരയുകയും ചെയ്യുന്നു, മറ്റാളുകളെ കരയിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അവർക്ക് ഇതുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഇതുപോലെയാണ് സത്യത്തിൽ ഈ നാടകത്തെ ഈശ്വരൻ ഇവിടെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുന്നവരെയാണ് ജ്ഞാനികളെന്ന് പറഞ്ഞത്. അവർക്കിതിൽ എന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം ആ കഥാരചന ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ്റെ തന്നെ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറിയിരിക്കും. ഈ രൂപത്തിലെല്ലാം ഇതിൽ വിവേകിച്ച് മഹത്തുക്കൾ ഇതിന് ജയിക്കാനുള്ള പദ്ധതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതിനെ ജയിക്കാൻ? ഈ ഭ്രമത്തിനെ അകറ്റാനും മനസ്സിനെ ശുദ്ധമാക്കാനും മനസ്സിൽ ആ സമാധി ഇതിൽ വന്ന് കൊണ്ടുവരാനും ഒക്കെയായിട്ട് ഈ വിവേകങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ മഹത്തുക്കൾ. അവർ പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഞാനിവിടെ ഇരുന്ന് പറയുന്നത്. അപ്പം ഈ നാടകത്തിൽ ഓരോരോ വേഷപ്പെട്ട് ആടുന്നവരായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മളെല്ലാം തിരിച്ചറിയാനുള്ളത് നമ്മൾ ഈ കഥാപാത്രമല്ല, നമ്മൾ ഇതിനെല്ലാം ആരാണ്? അർത്ഥസ്വരൂപമാണ്. ഇതിലിട്ടേക്കുന്ന വേഷമാണ് ഈ ശരീരം. ഇതിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമുക്ക് നേരത്തെ തന്നെ ഡയറക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് എത്രയോ കാലമായിട്ടിരിക്കും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതിനെ തിരിച്ചറിഞ്ഞ ജ്ഞാനികളെ സംബന്ധിച്ച് ഇവരിതെല്ലാം ആടുമ്പോഴും ആനന്ദമായിട്ടിരുന്ന് അവർ അനുഭവിച്ച് തീർക്കും. ഇത് തന്നെയാണ് അവരുടെ പ്രത്യേകത. നമുക്കും ഇതുപോലെ ആവണമെങ്കിൽ ഇതിൻ്റെ കാര്യം മനസ്സിലായാൽ മതി. പറയണം, ഇന്ദ്രജാലക്കാരൻ മായാവൃതനായി ഭവിക്കുന്നത് അന്യരുടെ ദൃഷ്ടിക്ക് ആകുന്നത് പോലെ ഈ മായാവരണം പരിച്ഛിന്നരായുള്ളവരുടെ ദൃഷ്ടിയിൽ ഭവിക്കുന്നു. നമ്മളെപ്പോലെ പരിച്ഛിന്നരായിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരിയായ വാസ്തവ സ്വരൂപത്തെ അറിയാതെ അജ്ഞാനത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ വിന്യാസത്തിൽ മയങ്ങി അവർ ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്തുകൊണ്ട്
ഇവർ ജീവിതം ദുഷ്കരമായിട്ട് നയിച്ചുകൊണ്ട് പോകും. മറ്റവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ലീലയാണ്, ഇത് നാടകത്തിൽ എന്ന പോലെ കണ്ടിട്ട് അവർ ശോകമുണ്ട് അവർക്ക്, പക്ഷേ അവരെ ബാധിക്കുന്നില്ല. അവർക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവരെ ബാധിക്കുന്നില്ല. ഒന്നും തന്നെ അവരെ ബാധിക്കാത്ത വിധത്തിൽ അവരെന്ത് ചെയ്യുന്നതും എങ്ങനെയോ അതുപോലെ നമ്മളും ഇതിൽ നടമാടിക്കൊള്ളാനാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്ക് ചിലതിൽ സന്തോഷം ഉണ്ടാവും, ചിലതിൽ ഭയങ്കരമായ ദുഃഖം ഉണ്ടാവും. കൂടുതൽ ദുഃഖം ഉണ്ടാകുന്ന കാര്യങ്ങൾ ശുദ്ധ ചിത്രൂപത്തിനുള്ള അതിദുർഘട അത്യന്തോത്തമ സ്വാതന്ത്ര്യം ഈ മായയാണെന്നറിയുക. ഈ ലോകത്തിലുള്ള യോഗീന്ദ്രന്മാരും ഇന്ദ്രജാലികന്മാരും മാന്ത്രികന്മാരും പരചിന്മയാൽ ഛന്നമായ സ്വസ്വാതന്ത്ര്യം കുറഞ്ഞെന്ന് യോഗാദി സുയുക്തിയാൽ കൈക്കൊണ്ട് വാരണാസി സ്യന്തനാദികളെയെല്ലാം പെട്ടെന്ന് സൃഷ്ടിക്കുന്നതായി കാണുന്നില്ല. ഇത് കവിതയാണ്. ഈ കവിതയെ ഇങ്ങനെ എഴുതുന്നതാണ്. അതാണ് അങ്ങനെ വന്നത്. അപ്പം ഇതിലെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നില്ലേ, പെട്ടെന്ന് സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം യോഗികൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ യോഗബലം കൊണ്ട് ചിലതൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ദ്രജാലക്കാരന്മാരുണ്ട് നമ്മുടെ ആളുകൾ, അവർ പെട്ടെന്ന് വന്ന് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒരു ഇന്ദ്രജാല വിദ്യയെ പ്രദർശിപ്പിക്കും. ഇതെല്ലാം കാണുന്നില്ലേ? അപരിച്ഛിന്നമായ ശക്തിയായി വിളങ്ങുന്ന പരമേശ്വരിക്ക് ഈ ജഗത്ത് സൃഷ്ടിക്കുവാൻ എന്ത് പ്രയാസം, ഒട്ടും തന്നെ പ്രയാസമില്ല. ഈ ജഗതീശ്വരി ഈ ജഗത്ത് ഈ വിധത്തിലാണ് ഒരു ഇന്ദ്രജാലം പോലെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞത്. ഏകദേശത്തിലുള്ള ഈ ജഗത്ത് സൃഷ്ടിക്കുവാൻ പ്രയാസം അവർക്ക് ഒട്ടും തന്നെ ഇല്ലെന്നറിയുക. ഇങ്ങനെ സൃഷ്ടിച്ചതിൽ അത്ഭുതപ്പെടാനും ഒന്നുമില്ല. ഏകദേശത്തിലുള്ള അഹംഭാവത്തിൻ്റെ സുവിശ്രമമാണ് പരിച്ഛേദമെന്നറിയുക. ഏകദേശത്തിലുള്ള അഹംഭാവത്തിൻ്റെ സുവിശ്രമമാണ് പരിച്ഛേദം എന്നറിയുക. അത് തന്നെ അപൂർണത്വ ജ്ഞാനമാകുന്നത്. കാരണം ഇതിൽ പരിച്ഛേദമായിട്ട് ഇരിക്കുന്നത്, ഇതിൽ വന്നിരിക്കുന്ന ഞാനെന്ന ഭാവം, ഞാനല്ല, ഞാനെന്ന ഭാവത്തിൻ്റെ ഒരു വിശ്രമമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ഞാനെന്ന ഭാവം ഇല്ലാതാകുന്നത് ഏത് പരിച്ഛേദമായിട്ടിരിക്കുന്നത്, അത് തന്നെ അപൂർണത്വ വിജ്ഞാനമാകുന്നത്. അതിന് ശാസ്ത്രജ്ഞന്മാർ അവിദ്യ എന്ന് പറയുന്നു. ഇപ്രകാരം പരചിത്ത് സ്വച്ഛ സ്വാതന്ത്ര്യത്താൽ സ്വാത്മരൂപം പരിച്ഛിന്നമായി അനേകത തോന്നിപ്പിച്ചിടുന്നു. നിത്യവും ഗഹൃമുഖന്മാരായി വാഴുന്നത് കൊണ്ട് പ്രത്യേക രൂപത്തിൽ നിധിധ്യാസനം ചെയ്യുകയാൽ താർക്കികന്മാരും വിദ്വാൻമാരുമായുള്ളവരും ഈ വിഷയത്തിൽ എന്നും വളരെ മോഹിതന്മാരായിട്ട് കഴിയുന്നു. കാരണം ഈ താർക്കികതയെ മറ്റുമെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തെ, ഈ മായയെ അംഗീകരിച്ചുകൊണ്ടാണ്. ഈ തർക്കം ആർക്കില്ല? ഇത് മായെന്നറിഞ്ഞവർക്കില്ല. ഒരു ഉദാഹരണം പറയാണ്. ഒരാൾ പറയാണ് കയറിൽ ഒരു പാമ്പാണ് തോന്നിയത്, വേറൊരാൾക്ക് അത് ജലധാരയാണ്, അതൊരു ജലധാരയാണ് തോന്നിയിരിക്കുന്നത്. വേറൊരാൾ പറഞ്ഞ് ഭൂമി പിളർന്നതുപോലെ തോന്നുകയാണ്. 3 പേര് വന്നു, 3 രൂപത്തിൽ അവർ കാഴ്ചപ്പാട്. ഈ 3 രൂപത്തിലെ കാഴ്ചപ്പാടും തമ്മിൽ അവർ തർക്കിക്കുകയാണ്. ഒരാൾ പറഞ്ഞു അത് പാമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ലല്ല, അതൊരു ഭൂമിയുടെ ഒരു വിള്ളലാണ്. വേറൊരാൾ പറഞ്ഞു അതല്ല, വേറെ ഭൂമാലയാണ്. ഇതാണ് തർക്കം. അവിടെ തർക്കിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ തർക്കമെന്ന് പറയുന്നത് ഈ മായയെ അംഗീകരിക്കുന്നവരുടെ ഒരു ജ്വൽപ്പനമാണ്. വാസ്തവത്തിൽ തർക്കിക്കത്തക്കതായ കാര്യങ്ങൾ ഒന്നുമില്ലാത്തതിന്മേലാണ് തർക്കം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കുട്ടികളാൻ പറയുന്നത്. മഹത്തുകൾ പറയും ഇതൊക്കെ കുട്ടികളാണ്, ശുഷ്ക തർക്കങ്ങളെല്ലാം കുട്ടികളെ. നീ കേട്ടാൽ മതി, കേട്ട് നീ നല്ല ഏകാന്തത്തിൽ ഇതിനെ നല്ല ചിന്തിച്ച് വളർന്നാൽ മതി എന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം കുറഞ്ഞെന്ന് പറഞ്ഞു. ഏകദേശത്തുള്ള അഹംഭാവത്തിൻ്റെ സുവിശ്രമമാണ് പരിച്ഛേദമെന്നറിയുക. അത് തന്നെ അപൂർണത്വ ജ്ഞാനമാകുന്നത്. അതിനെ ശാസ്ത്രജ്ഞന്മാർ അവിദ്യ എന്ന് പറയുന്നു. നമ്മൾ അവിദ്യയിലാണ്, അവിദ്യാവശന്മാരാണ്.
അവിദ്യാവശന്മാരെന്ന് വെച്ചാൽ രജോ ഗുണ തമോ ഗുണങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ്. അത് അവിദ്യ എന്ന് പറയും. ഇതിന് അജ്ഞാനം. അവിദ്യ, അജ്ഞാനം, മായ, ഇതെല്ലാം ഒരേ വാക്കിൻ്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ ഈ ഭ്രമവും ഇതെല്ലാം വാസ്തവത്തിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തന്നെ അറിയാതിരിക്കുന്ന അജ്ഞാനം കൊണ്ടാണ്. തന്നെ അറിയുന്നവരെ സംബന്ധിച്ച് ജലധാരയുടെ തർക്കമോ പാമ്പിൻ്റെ തർക്കമോ അല്ലെങ്കിൽ ഭൂമിയുടെ വിള്ളലിൻ്റെ തർക്കമോ വരുമോ? ഇതുപോലെ. അപ്പോൾ അതിനെ അറിഞ്ഞാൽ, അതിൻ്റെ അധിഷ്ഠാനത്തെ അറിഞ്ഞാൽ ഉത്ഭവിച്ചിരിക്കുന്ന എല്ലാ വിഷമങ്ങളും മാറിപ്പോകും. അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും തന്നെ ഇല്ലാത്ത ഇടത്താണ് ഇതുപോലെയുള്ള വ്യവഹാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ വ്യവഹാരമാണ് നമ്മളെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ചലിപ്പിച്ച് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്വരൂപം മനസ്സിൻ്റെ നിശ്ചല തത്വത്തിലാണ് വെളിവാകുന്നത്. ആ നിശ്ചല തത്വത്തെ ഭംസിച്ചിരിക്കുന്നത് ഏതാണ്? ഈ ലോകസത്യബുദ്ധി. ഈ പ്രപഞ്ചം സത്യമാണ്, ഈ മായ സത്യമാണ്, ഇത് കേവലം ഇന്ദ്രജാലമാണ് ഈശ്വരൻ്റെ. ഇതിനെ തിരിച്ചറിഞ്ഞ് ജ്ഞാനികളെല്ലാം ഇതിൽ നിന്ന് മുക്തരായി. അവരെ സംബന്ധിച്ച് ഒരു വിഷമങ്ങളുമില്ല. നമുക്ക് വിഷയത്തോ ആലോചിക്കും. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ അറിഞ്ഞ് വന്നതിന് ശേഷം നമുക്കറിയാം അല്ലേ? എന്തായാലും അമ്മ പ്രസവിച്ച് എത്രയോ കാലം വരെ എന്താണ് ഏതാണെന്ന് ഒരു പിടിയില്ലായിരുന്നു അല്ലേ? പിന്നീട് എന്താണ് ഉണ്ടായത്? നമുക്ക് കുറച്ച് ഗുരുക്കന്മാർ വന്നു. അച്ഛനും അമ്മയും തന്നെ നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാർ. അവർ പറഞ്ഞു തന്നു, ഇടാ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ അങ്ങനെ ചെയ്താൽ കൊള്ളാം, നീ ഇങ്ങനെ ചെയ്താൽ കൊള്ളില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ ബേസിക് നോളജ് എന്തിനാണ്? അജ്ഞാനമാണ്. അറിവില്ലാത്തവരുടെ ജ്വൽപ്പനം പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? ഇത് വളരെ തെറ്റാണ്. ഭക്തകൾ പറയുന്നു, ഈ അറിവില്ലായ്മയിലാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമുക്ക് ചിന്തന നമ്മളിൽ നിൽക്കുന്നത്. ഈ ചിന്ത, ഇതിൽ നിന്നുകൊണ്ടുള്ള ചിന്തന എങ്ങനെ സത്യമാകും? അതുകൊണ്ടാണ് ശരിക്കുള്ള വാസ്തവത്തെ ഇവർ പറഞ്ഞു തരിക. ഇതാണ് വാസ്തവം, ഇതിൽ നിന്നുകൊണ്ട് നീ ചിന്തിക്കും. അപ്പോൾ നമുക്കിത് യഥാർത്ഥം ഇതൊക്കെ മനസ്സിലാവും. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണ ഭൂദേശ പ്രസീദ കരുണാനിധി ഉമാരമണ ഭൂദേശ പ്രസീദ കരുണാനിധി ദുഃഖദണ്ഡ നമസ്കാരം ശരീരവർഷം പ്രാണഞ്ച സദ്ഗുരു